സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് 4 മലക്കുകൾ കടന്നു ചെല്ലുകയാണ്. ഒന്ന് ജിബ്രീലാണ്, രണ്ടാമത്തത് മീകാഈലാണ്, മൂന്നാമത്തത് ഇസ്രാഫീലാണ്, നാലാമത്തത് അസ്റായീലാണ്. 4 മലക്കുകൾ കടന്നു വന്ന് പ്രവാചകർ ചോദിച്ചു, എന്തേ പതിവില്ലാതെ 4 പേരും ഒരുമിച്ച് വന്നിരിക്കുന്നു? മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ഞാൻ ഇന്ന് വന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, തങ്ങളുടെ മേൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് വീതം ചെല്ലുന്നതായ ഏത് വ്യക്തിയുണ്ടോ അവര് തീർച്ചയായും സന്തോഷത്തിന്റെ വർത്തമാനവുമായിട്ടാണ് ഞാൻ കടന്നു വന്നത് റസൂലേ. അവിടുത്തെ പേടിക്കണ്ട നബിയേ, തങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും 10 സ്വലാത്ത് ദിനേന ചെല്ലുന്ന ഏതൊരു മുഅ്മിനുണ്ടോ, മുഅ്മിനത്തുണ്ടോ, സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടത്താൻ ഞാൻ അവനെ സഹായിക്കുമേ, എന്റെ കരം പിടിച്ചുകൊണ്ട് അവന് കടക്കാൻ പറ്റുമേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 10 സ്വലാത്ത് ദിനേന ചെല്ലിയ. സ്വലാത്തിന്റെ വാർഷികമാണല്ലോ, അപ്പൊ സ്വലാത്തിൽ നിന്റെ മഹത്വം കൂടി കേൾക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 മലക്കുകൾ നബിയുടെ അടുക്കൽ വന്നു. ഒന്ന് ജിബ്രീലാണ്, 2 മീകാഈലാണ്, 3 ഇസ്രാഫീലാണ്, 4മത്തത് അസ്റായീലാണ് അലൈഹിമുസ്സലാം. ഓരോ മലക്കുകളും ഓഫറുകൾ നൽകുകയാണ്. ഇത് കേവലം ലുലുമാളിൽ കൊടുക്കുന്നതായ ഓണത്തിന്റെ ഓഫറല്ല, ക്രിസ്മസിന്റെ ഓഫറല്ല, ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൃത്യമായ സമയങ്ങളിൽ മാത്രം കൊടുക്കുന്ന ഓഫറല്ല. ഇത് കാലാകാലം നൽകുന്ന ഓഫറാണ്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ദിനേന മുടങ്ങാതെ ചെല്ലുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ, മുഅ്മിനത്തുണ്ടോ, അസ്റാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടത്താൻ ഞാൻ അവനെ സഹായിക്കുമേ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ മലക്കിലേക്ക് നബി തങ്ങൾ നോക്കി, മീകാഈലാണ്, മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കല്ലേ. ആസാമിലടക്കം വലിയ ജലപ്രളയത്തിലേക്ക്, ദുരിതത്തിലേക്ക് ആളുകൾ പോയ സമയമാണ്. ദുരിത പെയ്ത്ത് അള്ളാഹുവിൻ്റെതായ ചില കാഴ്ചപ്പാടുകളാണ്. ചിലർ നന്മയിലേക്ക് കൊണ്ടുവരാനും ചിലരുടെ തിന്മകൾ അവർ പരിപൂർണമായി ഒഴിവാക്കി നന്മയിലേക്ക് എത്തിക്കാനുമുള്ളതായ ശൈലിയാണ്. അള്ളാഹുവേ, ആ നാടിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. അത്തരത്തിലുള്ള മഴക്കെടുതിയിൽ, ദുരിതങ്ങളിൽ, പ്രയാസങ്ങൾ അകപ്പെട്ടു പോയ സാധുക്കളുണ്ട്. പടച്ചറബേ, പരിപൂർണ സംരക്ഷണം കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. മീകാഈൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ദിനേന മുടങ്ങാതെ ചെല്ലുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ഹൗദുൽ കൗസർ എന്ന് കുടിപ്പിക്കാൻ ഞാനും കൂടി തങ്ങളെ സഹായിക്കും, എല്ലാവിധ സഹായം എന്നിലുണ്ടാകും ഹബീബേ എന്ന് ബഹുമാനപ്പെട്ടതായ മീകാഈൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ നാളെ ഊതുന്ന, നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് തൂക്കുമ്പോ നന്മകളിലേക്ക് തിന്മകളിലേക്കുമുള്ളതാകുന്ന മനുഷ്യന്റെ ഏതെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ടാണോ പോകുന്നത് എന്ന് നോക്കി തുറാസിലെ തുലനങ്ങൾ കറക്റ്റാക്കാൻ പരിശ്രമിക്കുന്ന മലക്കായ ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയെ, തങ്ങളുടെ മേൽ ഏതെങ്കിലും ഒരു സഹോദരി, തച്ചോണത്തുള്ള ഏതെങ്കിലും ഒരു ഉമ്മ, കല്ലറയിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ 10 സ്വലാത്ത് ചൊല്ലിയോ, ലോകത്തുള്ള ഏതൊരു വിശ്വാസിനി 10 സ്വലാത്ത് മുടങ്ങാതെ എന്റെ മേൽ ചൊല്ലിയോ, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു ഹബീബേ. നാളെ അർശിന്റെ തണൽ കിട്ടുന്ന വിധത്തിൽ ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കും. അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ, അവനെ സ്വർഗത്തിലേക്ക് കടത്താതെ ഞാൻ എന്റെ തല ഉയർത്തില്ല ഹബീബേ, ഞാൻ എന്റെ തല ഉയർത്തില്ല ഹബീബേ. ഇസ്രാഫീൽ അലൈഹിസ്സലാം ചെയ്ത വാഗ്ദാനമാണിതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനമായി വന്നതായ അസ്റായീൽ അലൈഹിസ്സലാമിലേക്ക് നബി തങ്ങൾ നോക്കി. അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ ലോകത്തിന്റെ വിളക്കാണ്, ആദർശത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്, അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിലെ ഏറ്റവും അത്യുത്തമനാണ്. തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം തന്നെ അല്ലാഹു പടച്ചത്.
സൂര്യനെ പടച്ചത്, ചന്ദ്രനെ പടച്ചത്, നക്ഷത്രങ്ങളെ പടച്ചത്, ലോകത്ത് കടന്നു വന്നിട്ടുള്ളതായ എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് അണിനിരന്നുകൊണ്ട് നമസ്കരിച്ചിട്ടില്ലേ? തങ്ങൾ ലോകൈക ഗുരുവാണ്, ലോകത്തിന്റെ നേതാവാണ്. തങ്ങളുടെ മേലൊരു വ്യക്തി 10 സ്വലാത്ത് മുടങ്ങാതെ ചെല്ലിയാൽ അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു റസൂലേ. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അമ്പിയാക്കൾ റൂഹിനെ പിടിക്കുന്നത് പോലെ മയപ്പെടുത്തി പിടിക്കാൻ ഞാൻ പരിശ്രമിക്കും റസൂലേ. അവന്റെ റൂഹ് വളരെ മയത്തോടു കൂടിയായിരിക്കും ഞാൻ പിടിക്കുക എന്ന് അസ്റായീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോ എത്ര സ്വലാത്ത് എല്ലാനാ പറഞ്ഞത്? 10 സ്വലാത്ത്, 10 സ്വലാത്ത് മുടങ്ങാതെ പോകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് വളരെ കുറഞ്ഞ അമലാണെങ്കിലും നിത്യമായി ചെയ്യല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകൾ ഒരുപാട് വിക്രെടുക്കും ഒരു ദിവസം, അടുത്ത ദിവസം ഒന്നുമില്ല, കിടന്നുറങ്ങും, കാര്യമില്ല. 27 അവന് ഉറക്കമൊഴിക്കും. 4 മണിയാവുമ്പോൾ കിട്ടുന്ന പൊതി ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ ആഹത്തായിട്ട് അടിച്ചിട്ട് സുബഹിയില്ല, കിടന്നുറങ്ങും, ഹലാക്കായി. അല്ലാഹു മളക്കാക്കട്ടെ. മനസ്സിലാകുന്നുണ്ട്? പല കാര്യങ്ങൾ ചെയ്യും, സുന്നത്തായ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഫർളുകൾ ഉപേക്ഷിക്കും. അങ്ങനെ ആകാൻ പാടില്ല. ഡെയിലി എടുക്കുന്ന ദിക്ർ വളരെ കുറച്ചേ ഉള്ളൂ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ 100, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100, സ്വലാത്ത് 100, അതുപോലെ ചുറഞ്ഞ ദിക്ർ യാ ഹയ്യ് യാ ഖയ്യൂം, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ, വളരെ കുറഞ്ഞ സംഭവങ്ങൾ. 1 മണിക്കൂർ ഇരുന്നാൽ എല്ലാം തീരും. അങ്ങനെയുള്ള വെറുതുകൾ കറക്റ്റായി മുറുകെ പിടിച്ചു പോയോ, 5 വഖത്ത് നിസ്കാരം മുറുകെ പിടിച്ചോ, യാ അല്ലാഹ് ഫൈസോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മുടങ്ങരുത്. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അങ്ങനെ ചെല്ലുന്നവർക്കും ചൊല്ലിയിട്ടുള്ള ആളുകൾക്കുമാണ് ഈ സദസ് ഉപയോഗപ്പെടുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്വലാത്ത് മജ്ലിസ് കൃത്യമായി നടക്കുന്നു. ആ മജ്ലിസ് ഇൻഷാ അല്ലാഹ് തച്ചോട മുസ്ലിം ജമാഅത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് ബറക്കത്തുള്ളതാണ്, ഐശ്വര്യമുള്ളതാണ്. നടത്തിക്കൊണ്ടു പോകാൻ അൽഹംദുലില്ലാഹ് നല്ലൊരു ഉസ്താദിനെ നമുക്ക് കിട്ടി. എനിക്കിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കൂടെ വന്ന സുഹൃത്ത് കാണിച്ചു തന്നു, ഉസ്താദ് ഇവിടെ ഇലക്ഷൻ നടത്തിയതൊക്കെ. അല്ലാഹു അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ അൻസർ പുലിപ്പാറ, അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ഒക്കെ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സഹാബി നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി മിഖ്റാഫു ദുനൂബ്, ഞാനിങ്ങനെ പാപം വല്ലാതെ ചെയ്യുന്ന മനുഷ്യനാണ്. നബി പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നല്ല തൗബ പടച്ച റബ്ബിലേക്ക് ചെയ്യും. നല്ല തൗബ എന്ന് പറഞ്ഞാൽ, നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി മേലിൽ ആ തെറ്റ് ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പറ്റിയുള്ള നല്ല ഖേദത്തോടു കൂടിയുള്ള തൗബ ആണ് തൗബ. ആയിക്കോട്ടെ, അങ്ങനെ ഇയാൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞ് തൗബ ചെയ്തു. തൗബ ചെയ്തിട്ട് പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്ത് പറയാൻ, ഞാൻ വീണ്ടും തെറ്റ് ചെയ്തു നബിയെ. അപ്പൊ നബി പറഞ്ഞു, നിന്റെ തൗബ ശരിയായില്ല, തുബ് ഇലല്ലാഹ്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ തൗബ പലപ്പോഴും ഇങ്ങനെ ആവർത്തിക്കുന്ന ആളാണ്. ഇയാള് പോയില്ല. തൗബ ഇങ്ങനെ പലപ്പോഴും ആവർത്തിക്കും, പക്ഷെ എത്ര ആവർത്തിച്ചാലും വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, തെറ്റിലേക്ക് പോകും. നബി പറഞ്ഞു, തുബ് ഇലല്ലാഹി വഅമൽ സാലിഹ, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു മുന്നോരുകം ചെയ്യും. ഹത്താ വശൈത്താനു ഹുവൽ മഹ്സൂറു, പിശാച് ചങ്ങലക്കിടപ്പെടുന്നത് വരെ തൗബ നീ പുതുക്കിക്കൊണ്ടിരിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി. പിശാച് ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ നീ വീണ്ടും വീണ്ടും തൗബ ഇങ്ങനെ ചെയ്ത് പുതുക്കിക്കൊണ്ടേയിരിക്കുക. തെറ്റാവർത്തിക്കുന്നു, വീണ്ടും നീ തൗബ പുതുക്കണം. വീണ്ടും തെറ്റിക്കുന്നു, വീണ്ടും തൗബ പുതുക്കണം. തൗബയുടെ വാതിൽ അടയൂല, മരണം എത്തുന്നത് വരെ അടയൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ പിന്നെ കള്ളുകുടിക്കുക, ഉടനെ ഒരു തൗബ ചെയ്യുക, അങ്ങനെ അതല്ല. നസൂഹായ തൗബയിലേക്ക് വരിക, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. പലപ്പോഴും അതാണ് നമുക്കില്ലാതെ പോകുന്നത്. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ എന്താ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിവാക്കി മേലിൽ അത് തെറ്റിന് ചെയ്യൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയം, യഖീൻ മനസ്സുകൊണ്ട് തന്നെ ഉണ്ടാവണം. പിന്നെ ചിലപ്പോൾ വീണ്ടും സാഹചര്യങ്ങൾ കൊണ്ട് അറിയാതെ തെറ്റുപോകും. അപ്പോൾ നമ്മൾ വീണ്ടും നിസ്കാരം നിർത്തരുത്. ആ തെറ്റ് ചെയ്താലും വീണ്ടും പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി പള്ളിയിൽ കയറണം. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഞാൻ അറിയാതെ വീണ്ടും കുടിച്ചുപോയി ഉസ്താദ്. അങ്ങനെയല്ല, തൗബയുടെ വാതിൽ നിനക്ക് തുറന്നു തരും അള്ളാഹു പുറത്തു തരും. പടച്ച റബ്ബ് ഗഫൂറാണ്, റഹീമാണ്. പലപ്പോഴും ആശ മുറിഞ്ഞിട്ടാണ് പലരും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നത്. ആശ മുറിയ എന്ന് പറഞ്ഞാൽ റബ്ബിലേക്കുള്ള ആശ മുറിയ. പടച്ച റബ്ബിനെ എനിക്ക് പുറത്തു വരില്ല, ഞാൻ അത്ര വലിയ പാപിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പുറകോട്ട് പോകാൻ ശ്രമിക്കും. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അതാണ് സംഭവിച്ചു പോകും. പുതിയ തലമുറയ്ക്ക് സംഭവിച്ച വിഷയം അതാണ്. എനിക്കിനി ഒരു തൗബയൊന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ടവനാണ്, ഞാൻ കള്ളുകുടിച്ച് നടക്കുന്നവനാണ്, ഞാൻ വ്യഭിചാരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തവനാണ്, ഞാൻ ഇങ്ങനെ ചെയ്തവനാണ്, അതുകൊണ്ട് പടച്ചറപ്പ് എനിക്കിനി പുറത്തു വരൂല എന്ന് നീ കരുതുകയേ ചെയ്യരുത്. നിന്നേക്കാൾ വലിയ പാപി ലോകത്തുണ്ടായിട്ടുണ്ട്.
99 പേരെ കൊന്നിട്ട് വന്ന് തൗബ തേടിയിട്ടുള്ള ആളുകളുണ്ട്. തൗബയുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞ ആളെ കൂടി കൊന്നു എന്നാണ്. അങ്ങനെ 100 പേരെ കൊന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തിലുള്ള ഒരു വ്യക്തി ചോദിച്ചു, അയാൾക്ക് തൗബ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ തൗബ അള്ളാഹു തരുന്നതാണ്. പടച്ചറബ് വിചാരിച്ചവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ ദുഃഖവും നമ്മുടെ മാനസികമാകുന്ന അവസ്ഥയും പരിഗണിച്ച് റബ്ബത് സ്വീകരിക്കും. നമ്മൾ തൗബ ചെയ്യാതിരിക്കരുത്. പടച്ചറബ് എന്നെ ഇനി തട്ടിക്കളയുമെന്ന് കരുതി ഒരിക്കലും പോകാൻ പാടില്ല. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഖുർആൻ പറഞ്ഞ വാക്കാണ്. റബ്ബിന്റെ അനുഗ്രഹത്തെ തൊട്ട് നമ്മൾ ആശ മുറിയരുത്. റബ്ബ് നമുക്ക് പുറത്തു തരും എന്നുള്ള ചിന്ത നമ്മുടെ മനോഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ ഏത് തെറ്റിനെ തൊട്ടും പടച്ച റബ്ബിനോട് പറയാൻ നമുക്ക് മനസ്സുണ്ടാവണം. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, ഏതെല്ലാം മോശപ്പെട്ട പ്രവണതകളുണ്ടോ ആ പ്രവണതകളിൽ നിന്ന് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ തൗബ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. പകൽ തെറ്റിയതാകുന്ന മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അല്ലാഹു രാത്രിയിൽ സന്നദ്ധനാണ്. രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുന്നു. പകൽ മുഴുവൻ തെറ്റിയതായ മനുഷ്യനല്ലേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രി തെറ്റിയതാകുന്ന മനുഷ്യരില്ലേ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തെറ്റുകളിലേക്ക് കണ്ണുകൾ കൊണ്ടുപോയവരില്ലയോ, നാവുകൾ കൊണ്ടുപോയവരില്ലയോ, വിരലുകൾ കൊണ്ടുപോയവരില്ലയോ, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവരില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ പകലിലും സന്നദ്ധനാണ്. അല്ലാഹു പുറത്തു തരും. പകല് തെറ്റ് ചെയ്താൽ രാത്രിയിൽ പൊറുക്കാൻ റബ്ബ് സന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തൗബയുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. നീ തൗബ ചെയ്യാൻ മടിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. രാത്രി തെറ്റ് ചെയ്യുന്നതാകുന്ന സഹോദര സഹോദരിമാർ പകലിലും അല്ലാഹു സന്നദ്ധനാണ്. അത് അടുത്ത ദിവസം രാത്രി ആവട്ടെ എന്ന് പറഞ്ഞിരിക്കണ്ട, രാവിലെ തന്നെ തൗബ ചെയ്തോളെ. തെറ്റ് ചെയ്തു പോയോ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്തോളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തൗബ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കും. യഥാർത്ഥ അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തും. സച്ചരിതരാകുന്ന അടിമകളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പൂർണ്ണമായ തൗബ അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഏത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകളിൽ ഇസ്തിഗ്ഫാറിന് പ്രാമുഖ്യം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം പാപമോചനം തേടും. ഇസ്തിഗ്ഫാറിന് വലിയ പ്രാമുഖ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. 100 വട്ടം ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും ചൊല്ലും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അപ്പൊ അത് വലിയ നേട്ടം കിട്ടുന്ന ഒരു വിഷയമാണ്, ചെറിയ കാര്യമില്ല. മുഅ്മിനായ മനുഷ്യന്റെ ജീവിത ചിട്ടയിൽ ഉണ്ടാവേണ്ട, റബ്ബിന്റെ അടിമയാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണ് അള്ളാഹുവിനെ അള്ളാഹുവായി അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് അന്നാലേ മനസ്സിന്റെ അകത്തളങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ നിറച്ച് പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ തോന്നുള്ളൂ. മറ്റേത് കിബറ, അഹങ്കരിച്ചാണ്. ഞാൻ വലിയവനാണ്, അപ്പൊ പിന്നെ പടച്ചവരോട് തേടാൻ ഇവന് മടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ പടച്ച റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നുള്ള തേട്ടം നിന്റെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. വെറുതെ ഇങ്ങനെ നാക്കിട്ട് സൗഹൃദം പറഞ്ഞിട്ട് വരാം. ഹൃദയത്തിൽ നിന്ന് വരണം. പടച്ച റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പുറത്തു തരണേന്ന് ഹൃദയം കൊണ്ട് പറയാൻ സാധിക്കണം. ഒരു 100 വട്ടം ഡെയിലി ഇസ്തിഗ്ഫാർ ചൊല്ലി നോക്കിക്കേ, കിട്ടുന്ന നേട്ടം ചില്ലറയാണോ? ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ആരെങ്കിലും പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ലാസിമാക്കിയാൽ അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ മുടങ്ങാതെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ആദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും എല്ലാ മനക്ലേശങ്ങളിൽ നിന്നും അല്ലാഹു അവന് എക്സിറ്റ് കൊടുക്കുമേ, അവൻ അല്ലാഹു സമാധാനം കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. അവൻ വിചാരിക്കാത്ത ഭാവത്തിലൂടെ അല്ലാഹുവിന് റിസ്ഖിന്റെ കവാടം തുറന്നു കൊടുക്കുമേ എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെറിയ ദിക്റായി കാണരുത്, അത് മുടങ്ങാതെ മുറുകെ പിടിക്കണം. ഒരു 100 എണ്ണം ഡെയിലി ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ഈ നിസ്കാരവും ഇതും മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളോടുള്ള കണ്ണീരൊപ്പൽ ഉണ്ടാവണം. അതാണല്ലോ നേരത്തെ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഞാൻ പറഞ്ഞുവല്ലോ, നരകാവകാശികളായ ആളുകളോട് സ്വർഗാവകാശികൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇതിൽ കടന്നു? അവർ പറയും, ഞങ്ങൾ നിസ്കരിച്ചില്ല, ഞങ്ങൾ ആഖിറത്തെ കളവാക്കി നടന്നു. ഞങ്ങള് സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം നൽകാത്തവരുമായിരുന്നു, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു. ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് ഭക്ഷണം നൽകുക എന്നുള്ളത്. മഹാനാകുന്ന മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവം പറയുന്നുണ്ട്, ഫത്തസ്തുൽ അഅമാല കുല്ലഹാ. ഞാൻ എല്ലാ അമലുകളും ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സകാത്ത് കൊടുത്തു, സാധുക്കളെ സഹായിച്ചു, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, ഒരുപാട് വർഷങ്ങളോളം പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു അമലും ഞാൻ എത്തിച്ചിട്ടില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന വലിയ പുണ്യകർമ്മമാണ്. ഇപ്പൊ എന്തിനാ പോയി സ്വലാത്ത് മജ്‌ലിസിൽ ഇങ്ങനെ ഒരു ആട് വിഭവം കൊടുത്ത് തന്നെ നമുക്ക് മാറ്റി പിടിച്ചുകൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. നല്ല ഭക്ഷണം കൊടുക്കുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഇവർക്ക് മാത്രമല്ല, സാധുക്കളായ ആളുകളെ ഉൾപ്പെടുത്തി അവർക്കും കൊടുക്കുക. അതെപ്പോഴും ഇസ്ലാമിൽ വളരെ പുണ്യകർമ്മമാണല്ലോ. ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഒരു സൽക്കാരം നടത്തൽ ഇസ്ലാമിൽ സുന്നത്തുണ്ട്. ഹജ്ജ് മാത്രമല്ല, ദീർഘദൂര യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നവർക്ക് നാട്ടിലെത്തിയാൽ ഇസ്ലാമിക് പ്രകാരം ഒരു സദ്യ നടത്തൽ സുന്നത്തുണ്ട്, ഒരു ഭക്ഷണം കൊടുക്കൽ സുന്നത്തുണ്ട്. നഖീഅത്ത് എന്നാണ് അതിന് പറയാ. എന്താ പറയാ? നഖീഅത്ത്. അഖീഖത്ത് കേട്ടിട്ടില്ലേ? റാഹത്തായിട്ട് അത് വാങ്ങിച്ചടിച്ച് അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതേതാണ് നഖീഅത്ത്. നഖീഅത്ത് എന്ന് പറയും. നൂന് ഖാഫ് യാ ഐൻ നഖീഅത്ത്. അങ്ങനെ ഒരു സൽക്കാരമുണ്ട്. സാധാരണ രീതി നമ്മുടെ നാട്ടിൽ എങ്ങനെ നടക്കല്, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വിളിച്ച് ഭക്ഷണം കൊടുക്കും. അതൊരു നാടിന്റെ ആദത്താണ്, ഒരു പതിവാണ്. സാലിഹീങ്ങളായ ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഒരു ദുആ നടത്തി, ഒരു മൗലിദോ അല്ലെങ്കിൽ ദിക്റിന്റെ സദസ്സൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഒരു ദുആ ആയിക്കോട്ടെ, നല്ലതാണ്. പക്ഷെ അത് എപ്പോഴും ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നവര് തൊട്ട് തലേന്ന് നടത്താതിരിക്കലാണ് എപ്പോഴും നല്ലത്. ഞാൻ പലപ്പോഴും പറയും. കാരണം എന്തുകൊണ്ടാണ്? പിറ്റേ ദിവസം ദീർഘദൂര യാത്ര, പിന്നെ മക്കത്തെത്തിയിട്ട് തവാഫും സഅയും കഴിയുമ്പോൾ ഇവരാകെ ക്ഷീണം പിടിക്കും. ഏറ്റവും നല്ലത് 2 ദിവസം മുമ്പാണെങ്കിൽ വളരെ റാഹത്താണ്. അവർക്ക് ആ ക്ഷീണമൊക്കെ മാറി റെസ്റ്റ് എടുക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. യാത്രക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊട്ട് തലേന്ന് നടത്താതിരിക്കാനാണ് അവർക്ക് നല്ലത്. മറ്റുള്ളവർക്ക് നല്ല അതാണ്. കാരണം ഈ വീട്ടുകാർ പോവാണല്ലോ, ഉംറയ്ക്ക് പോവാണ്. അപ്പോൾ മിച്ചം വരുന്ന മട്ടനും ബീഫും ഇവർക്ക് റാഹത്തായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം തലേന്ന് നടത്തലാണ് നല്ലത്. മറ്റേത് വീട്ടുകാർ പോകാത്തതുകൊണ്ട് അവർ 3 ദിവസം ഇത് ആവി കയറ്റി കഴിക്കാനുള്ളത് കൊണ്ട് അവരെന്ത് പറയും? നിങ്ങൾ വയ്ക്കുമെന്ന് പറയും, കൊടുത്തു വിടൂല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നേരത്തെ നടത്തുന്നതാണ് വീട്ടുകാർക്ക് എപ്പോഴും നല്ലത്. കാരണം അവരുടെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ എന്താണ് ഒന്ന് കുറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലാക്കണം. പോയി വന്നതിന് ശേഷം ഒരു സൽക്കാരം നടത്തുക. വന്ന ദിവസം തന്നെ നടത്താം, അതിനോടനുബന്ധിച്ചുള്ള ദിവസം നടത്താം.
അതിന് നഖീഅത്ത് എന്നാ പറയുക. അത് ഇസ്ലാമിലുള്ളതാണ്. ഇസ്ലാമിൽ നടത്തേണ്ട സൽക്കാരങ്ങൾ 10 അതൊക്കെ പഠിക്കണം നമ്മൾ. അതിൽപ്പെട്ട ഒന്നാണിത്. അതുപോലെ തന്നെ മാർക്ക കല്യാണം പണ്ടുണ്ട്, ഖിതാൻ, ചേലാകർമ്മം നടത്തുമ്പോഴുള്ളതായ ഒരു സൽക്കാരം ഇസ്ലാമിലുള്ളതാണ്. അതൊക്കെ എടുത്തുപോയി. മുമ്പതുണ്ടായിരുന്നു. ഏത് ആൺകുട്ടികളുടേതാകുന്ന ചേലാകർമ്മം നടത്തൂല. ഈ ആൺകുട്ടികളുടെ ചേലാകർമ്മം നടത്തുന്ന മാർക്ക കല്യാണത്തിന്റെ പേരിൽ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ട് അതിൽ ഭക്ഷണം കൊടുക്കുന്ന രീതി ഇസ്ലാമിലുണ്ട്. അത് ഫിഖഹിലുള്ളതാണ്, കർമ്മശാസ്ത്രത്തിലുള്ളതാണ്. അതൊക്കെ ഇന്ന് എടുത്തുപോയി. ഇന്ന് പതുക്കെ ഇവനെയും കൊണ്ടുപോയിട്ട് പതുക്കെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിച്ചെല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവരികയാണ്. എന്താ എപ്പോഴാണ് നടന്നത് എന്താണെന്ന് അറിയുന്ന ആരും ഒന്നും അറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഈ സംഭവം എന്താണ് വേണ്ടത്? ഒരു ചെറിയ സദസ്സ് വെച്ച് ഭക്ഷണം കൊടുക്കുക. ഇനി അന്ന് ചെയ്തില്ലെങ്കിലും അതിനോട് ചേർത്ത് ഒരു സദസ്സ് സംഘടിപ്പിക്കൽ ഇസ്ലാമിൽ അതിലൊക്കെ ശറഅ അനുവദിച്ച കൂലി കിട്ടുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നത് ചെറിയല്ല, എന്ത് സുന്നത്തുള്ളതും കൂലിയുള്ളതും ഇങ്ങനെയുള്ളതിനൊക്കെ കർമ്മശാസ്ത്രം അംഗീകരിച്ച വിഷയമാണ് ഖിതാൻ. അതൊക്കെ വലിയ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതുപോലെ ദീർഘദൂര യാത്ര. വാപ്പ ഗൾഫിലായിരുന്നു, 5 കൊല്ലം 3 കൊല്ലമൊക്കെ ഗൾഫിലായിരുന്നു, അല്ലെങ്കിൽ 2 കൊല്ലം ഗൾഫിൽ നിന്ന് വരിക, അല്ലെങ്കിൽ 1 കൊല്ലം ആയിക്കോട്ടെ, ഇതൊരു ദീർഘകാലം തന്നെയാണല്ലോ. അവിടെ നിന്ന് വരുന്നു, അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. അപ്പൊ അദ്ദേഹം വരുന്ന ദിവസം കുറച്ച് ആളുകളെ വിളിച്ചിട്ട് ചെറിയ സൽക്കാരം നടത്തൽ, അതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. യാത്ര കഴിഞ്ഞു വരുന്നവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും ആ യാത്ര വരുന്നവരെ ആശീർവദിക്കാൻ വരുന്നവർക്ക് വേണ്ടി നടത്തുന്ന സൽക്കാരം, അതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. ഇങ്ങനെ സൽക്കാരങ്ങൾ ധാരാളം ഉണ്ട്. ഭക്ഷണം കൊടുക്കാം. നോക്കൂ നിങ്ങൾ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആരാൻ? അദ്ദേഹം ചെയ്യാത്ത അമൽ ഏതാണ്? എല്ലാ സൂഫിയാക്കളുടെയും തലം ചെന്ന് നിൽക്കുന്നത് മഹാനാകുന്ന മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനിലേക്കാണ്. അവര് പറയുന്നു, ഞാൻ എല്ലാ അമലും ഞാൻ പരിശോധിച്ചു. ഫത്തസ്തുൽ അഅമാല കുല്ലഹാ. അവരുടെ വാക്കാണ് ഈ പറഞ്ഞത്. എല്ലാ അമലും ഞാൻ പരിശോധിച്ചു, നിസ്കാരവും നോമ്പും മറ്റും എല്ലാ പരിപാടിയും നോക്കി. പക്ഷെ എനിക്ക് ഏറ്റവും നല്ല പണിയായിട്ട് തോന്നിയിട്ടുള്ളത് ആളുകൾക്ക് ഭക്ഷണം നൽകലാണ് എന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ചെറുതല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ വർഷം ആട് കൊടുക്കുന്ന ആളുകളുണ്ട്, അരി കൊടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ അമലായിട്ട് അത് പഠിപ്പിക്കപ്പെട്ടതാണ്. അത് നിസ്സാര കാര്യമല്ല. ചില ആളുകൾ ചിന്തിക്കാം, അവർ എല്ലാ വർഷം കൊടുക്കുന്നവർ തന്നെ കൊടുത്തോട്ടെ, അവർക്ക് ആ കൂലി കിട്ടിക്കോട്ടെ, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വന്നവരുണ്ട്. അവർക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ് നിങ്ങൾ അറിയണം. അക്കൗണ്ടിലേക്ക് ഏറ്റവും വലിയ അമലായി ഇതിനെ രേഖപ്പെടുത്തും. ഇത് ഞാൻ എൻ്റെ വാക്കല്ല, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വാക്കാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മാത്രമല്ല, ഇസ്ലാമിൽ എന്താ പറഞ്ഞത് അത് നോക്ക് നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين بالبأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവാന്മാർ ആരാണ്, യഥാർത്ഥ മുത്തഖീങ്ങൾ ആരാണ് എന്നുള്ളത് വ്യക്തമായി ലോകത്തെ പഠിപ്പിക്കുകയാണ്. ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് നമസ്കരിക്കുന്നവരെ, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ മുന്നിൽ മത്സരിക്കുന്നവരെ, അത് ഗുണത്തിൽ പെട്ടതേ അല്ല. അത്
അത് മാത്രമല്ല ദീൻ. ചില ആളുകളുണ്ട് പള്ളി പോയാൽ മതി അത് മാത്രമല്ല ദീൻ. ഈമാൻ കാര്യങ്ങൾ അടിയുറപ്പിക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ലൈസൽ ബിർറ ഗുണത്തിൽപ്പെട്ടതല്ല അൻതുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പരിശുദ്ധമാക്കപ്പെട്ടതായ നമസ്കാരത്തിന് വേണ്ടി മുഖത്തെ തിരിച്ചുകൊണ്ട് നിൽക്കുന്നതായ പ്രവണതയില്ലേ, അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ഓടുന്ന സമൂഹമേ, അത് മാത്രമായി ഗുണം നീ കരുതരുതേ. വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. പരിശുദ്ധമാക്കപ്പെട്ടതായ അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ടും അവന്റെ മുർസലീങ്ങളെ കൊണ്ടും അവന്റെ മലായികത്തുകളെ കൊണ്ടും അവന്റേതാകുന്ന അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടും പരിപൂർണമായി ഈമാൻ പുൽകി ജീവിക്കുന്നവരുണ്ടോ? തീർന്നില്ല, ഈമാൻ പുൽകിയാൽ മാത്രം പോരാ. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ. സാധുക്കളായ ആളുകൾക്ക്, അഗതികൾക്ക്, അനാഥരായ ആളുകൾക്ക്, അവന്റെ കുടുംബത്തിൽപ്പെട്ടതാകുന്ന ഏറ്റവും അടുത്ത കുടുംബാദികൾക്ക് സ്വന്തം അവൻ ആവശ്യമുള്ള ഘട്ടത്തിൽ പോലും അവരെ പരിഗണിച്ചുകൊണ്ട് സമ്പത്ത് നൽകുന്നവരെ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായ ആളുകളെ, വആതിദൽ ഖുർബാ ഹഖഹു വബന സബീൽ. അതേ, അവന്റെ സ്വന്തം കുടുംബക്കാരെ മാത്രമല്ല, വഴിയാത്രക്കാരായ ആളുകളില്ലയോ, സാധുക്കളായ ആളുകളില്ലയോ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാചിച്ച് നിലകൊള്ളുന്നതായ പട്ടിണി പാവങ്ങളില്ലയോ, അവരുടെ പശിയടക്കാൻ വേണ്ടി അവരുടെ പരിശുദ്ധമാക്കപ്പെട്ടതായ ദീനിൽ അടിയുറച്ചു നിർത്താൻ വേണ്ടി അവർക്ക് മാന്യമായ ഭക്ഷണം നൽകിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, അവരാണ് യഥാർത്ഥ ഗുണവാന്മാർ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഗുണം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ കേവലം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞു നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല. എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് ഖിബിലയായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കിഴക്കാണ്. പരിശുദ്ധമാക്കപ്പെട്ട കാബയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പിന്നീട് ആഹ്വാനം വന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ്. ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക, അതിനുവേണ്ടി വലിയ പ്രാമുഖ്യം കാണിക്കുക, നിസ്കാരം മാത്രം ജീവിതത്തിൽ കൊണ്ടു നടക്കുക, അതുകൊണ്ടൊന്നും വിജയിക്കൂല സഹോദരങ്ങളെ. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ വിശ്വാസം ഉണ്ടാവണം, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം വേണം. വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യിന വആതൽ മാല അലാ ഹുബ്ബിഹി. സ്വന്തം സമ്പത്തിനോട് ആഗ്രഹം ഉണ്ടാകുന്നതിനോടൊപ്പം സമ്പത്ത് സാധുക്കളായ ആളുകൾക്ക് കൊടുക്കണം, സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കണം, ഒബിനസബീല വഴിയാത്രക്കാർ കൊടുക്കണം, നാട്ടിലുള്ളതാകുന്ന അനാഥകൾക്കും അഗതികൾക്കും സമ്പത്ത് കൊടുക്കണം, അവരുടെ പശിയടക്കണം, അവരുടെ വിശപ്പ് മാറ്റാൻ നിന്റെ സമ്പത്ത് കൊണ്ട് സഹായകമാകണം. അതേറ്റവും വലിയ ഗുണമാണ് എന്ന് പഠിപ്പിച്ച് പരിശുദ്ധമായ ഇസ്ലാം ഖുർആൻ പഠിപ്പിച്ചതാണ്. വലാകിന്നൽ ബിർറ, ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞു ഖുർആൻ കൃത്യമായി തിരുത്തി കൊടുക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നിട്ട് ഈ ആയത്തെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഉലൈകല്ലദീന സദഖു ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഇവരാണ് യഥാർത്ഥ സത്യവാന്മാർ, ഇവരാണ് ആര്? മുത്തഖീങ്ങളായ ആളുകൾ. ഈ രീതി അവലംബിക്കുന്നവർ, കറക്റ്റായി ഈമാൻ പരിപൂർണമാക്കി നിലകൊള്ളുന്നവരാകണം, വിശ്വാസ കർമ്മങ്ങൾ പരിപൂർണമായി കൊണ്ടുവരുന്നവരുമാകണം. ഇതൊന്നും ചെയ്യാതെ കേവലം നിസ്കാരം മാത്രം. ചില ആളുകളുണ്ട്, നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ പതുക്കെ പള്ളിയിലേക്ക് പോകും, നേരത്തെ തന്നെ പള്ളിയിൽ പോകാറുണ്ട്. അങ്ങനെയല്ല, അതിഥികളെ മുൻഗണന കൊടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്കരിക്കണ്ട എന്നർത്ഥത്തിലല്ല, എപ്പോഴും പള്ളിയില, എപ്പോ ചോദിച്ചാൽ അയാൾ പള്ളിയില, ഓവറായിട്ട് വലിയ ആബിദായിട്ട് കളിക്കുക, അങ്ങനെയാകാൻ പാടില്ല. അതിഥി സൽക്കാരത്തിന് മുൻഗണന കൊടുക്കണം, സാരകാര്യമല്ല, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. കുടുംബക്കാരെ പരിഗണിക്കുക, അയൽവാസികളെ പരിഗണിക്കുക, ബന്ധുക്കളെ പരിഗണിക്കുക, നാട്ടുകാരെ പരിഗണിക്കുക, കൂട്ടുകാരെ പരിഗണിക്കുക, സമൂഹത്തെ പരിഗണിക്കുക, സമുദായത്തെ പരിഗണിക്കുക, ഇതര സമുദായങ്ങളെ പരിഗണിക്കുക, വിശപ്പുള്ളവരെ ഗൗനിക്കുക. അത് ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്.
വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഭക്ഷണം കൊടുക്കുക, സമ്പത്ത് കൊടുക്കുക, അവരെ സഹായിക്കാൻ പറ്റുന്ന നിലയ്ക്കൊക്കെ സഹായിക്കുക ഇസ്ലാമിൽ വളരെയേറെ ഗൗരവമുള്ള വിഷയമാണ്. നോക്ക് നിങ്ങൾ, ഖുർആനിൽ ചില ഗുണവാന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറാ യൂഫൂന ബിന്നദിർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. എത്രയോ ആളുകളുണ്ട്, ഗുണവാന്മാരായ ആളുകൾ, സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആളുകൾ. മറ്റൊരാൾ താൻ ചെയ്തിട്ടുള്ള നന്മ അറിയരുത് എന്നുള്ള ആഗ്രഹത്തിലൂടെ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാത്ത നിലയ്ക്ക് ദീനിന് സഹായകമായ ആളുകളില്ലേ? അവർക്ക് നാളെ ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ മഹ്ശറിൽ വെച്ചുകൊണ്ട് വിചാരണയില്ലാതെ സ്വർഗപ്രവേശനത്തിന് ഹേതുവാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുകയാണ്. സ്വർഗത്തിലേക്ക് അവർ കടക്കുമ്പോ ആ സ്വർഗത്തിൽ അവർക്ക് മഹനീയമാക്കപ്പെട്ട പാനീയം അല്ലാഹു നൽകുകയാണ്. കാന മിസാജുഹാ കാഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറാ. മനോഹരമാക്കപ്പെട്ടതായ നദി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. അതവരുടെ മുന്നിലൂടെ ഒഴുകി തല്ലിക്കൊണ്ട് നടക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് ആവശ്യം യഥേഷ്ടം കുടിക്കാൻ പാകത്തിന് അല്ലാഹു സൗകര്യം ചെയ്തിരിക്കുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവരാരാണ്? ഖുർആൻ പറയുന്നുണ്ട്, യശ്റബു ബിഹാ ഇബാദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളായ ദാസന്മാരായ ആളുകളാണ്. അവർക്ക് എങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ, അവർക്കേ സാധുക്കളെ സഹായിക്കാൻ തോന്നുള്ളൂ, അവർക്കേ രോഗികളെ ശുശ്രൂഷിക്കാൻ തോന്നുകയുള്ളൂ, അവർക്കേ ദുനിയാവിൽ നമസ്കരിക്കാനും നോമ്പ് നോൽക്കാനും സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനും പാവങ്ങളുടെ കണ്ണീരൊപ്പാനും നിരാലംബർക്ക് അവലംബമാക്കുവാനും നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുവാനും അവർക്കേ സാധിക്കുകയുള്ളൂ. ഇബാദുല്ലാഹ്, റബ്ബിന്റെ ദാസന്മാരായ അടിമകൾ, അവർക്കാണ് ഈ നേട്ടം കിട്ടുക എന്ന് സൂറത്തു ദഹർ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജിനും ഉംറയ്ക്കും പോയ ആളുകളൊന്ന് കൈയുയർത്തിക്ക്. എത്ര പേര് പോയിട്ടുണ്ട്? അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. 2 പ്രാവശ്യം പോയി, മാഷാ അല്ലാഹ്. ഇനിയും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മക്ക സിയാറ നമ്മൾ നടത്തും. അറഫ, മിന, മുസ്ദലിഫ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണും. ഉംറയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ആ സ്ഥലത്തൂടി കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അമീറുമാർ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തന്നിട്ടുണ്ടാവും. ഐനു സുബൈദ എന്ന് പറയുന്ന മഹദിയാകുന്ന സുബൈദ ബീവി റളിയല്ലാഹു അൻഹ, മഹദി അവറുകൾ നിർമ്മിച്ചതായ മനോഹരമായ ഒരു ചെറിയ കനാല് കാണിച്ചു തരാറുണ്ട്. ചിലപ്പോ ഓർമ്മയിൽ ഉണ്ടാവൂല, ഇനി ഒന്നുകൂടി പോയാൽ മതി, അപ്പൊ ഓർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഐനു സുബൈദ എന്ന് പറയും. ആരാണത്? ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യയാണ് സുബൈദ ബീവി. അവരുടെ യഥാർത്ഥ പേര് അമത്തുൽ അസീസ് എന്നാണ്. എന്താ യഥാർത്ഥ പേര്? അമത്തുൽ അസീസ്. ശരിക്കും കേൾക്കണേ, ഇവർ ഇറാഖിലാണ്. ഇറാഖിൽ അവരുടേതായ അധികാരം വിനിയോഗിച്ചുകൊണ്ട് അവർ ധാരാളം ജോലിക്കാരായ ആളുകളെ മക്കയിലേക്ക് അയച്ചു. എന്തിനെന്നറിയോ? പഴയ കാലഘട്ടത്തിൽ മക്കയിൽ വെള്ളമില്ല, മരുഭൂമിയിലാണ്. വെള്ളം കൊണ്ട് വളരെയേറെ ദുരിതത്തിലും പ്രയാസത്തിലാണ്, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പൊ ഹജ്ജിന് വരുന്ന ഹാജിമാർക്കും ഹജ്ജമ്മമാർക്കും അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വലിയ സൗകര്യം, കിലോമീറ്ററുകളോളം സൗകര്യം ചെയ്തു കൊടുക്കാൻ. ഹുനൈൻ എന്ന് പറയുന്ന യുദ്ധം നടന്ന സ്ഥലമുണ്ട്, ത്വായിഫിലേക്ക് പോകുന്ന ഭാഗം. അവിടെ നിന്ന് ഇവിടേക്ക് വിശാലമാക്കപ്പെട്ട വലിയ കനാല് സൗകര്യം അവർ നിർമ്മിച്ചു കൊടുക്കാൻ മലയുടെ ഇടുക്കിലൂടെ ചെറിയ കെട്ടുകളുണ്ടാക്കി. നിങ്ങൾ ആ ഭാഗങ്ങൾ കാണാം, ഇന്നുമുണ്ടത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതിയാൽ നിങ്ങൾക്ക് കാണാം, മൊബൈൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഐനു സുബൈദ. ഈ സുബൈദ എന്നവർ ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യ. അവർ ജോലിക്കാരെ അങ്ങോട്ടേക്ക് അയച്ചിട്ട് അവിടെ ചെന്നുകൊണ്ട് ഇത് നിർമ്മിക്കാൻ വേണ്ടി പറയുക. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ മാസങ്ങളെടുത്തു അത് നിർമ്മിക്കാൻ. വലിയ കനാല്, ആ കനാലിലൂടെ വെള്ളം ഒരു നദിയിലൂടെ ഒഴുക്കി ഇവിടേക്ക് കൊണ്ടുവരിക. ഇവിടെ അറഫ മിനയിലും ഒക്കെ താമസിക്കുന്നതായ ഹാജിമാർക്ക് അവരുടെ ആ ദിവസത്തെ ഉപയോഗത്തിന് വേണ്ടി ദുൽഹിജ്ജ 6, 7, 8, 9, 10, 11 ഒക്കെ നേരത്തെ വന്ന് തമ്പടിച്ച് താമസിക്കുന്നവരുണ്ട്. ആ ദിവസത്തേതാകുന്ന അമലുകൾക്ക് വളരെ സൗകര്യപൂർവ്വം നിസ്കരിക്കാനും ഒതു എടുക്കാനും ഒക്കെ വേണ്ടേ, അവരുടെ അംഗശുദ്ധി വരുത്താനും ഒക്കെ വെള്ളം വേണ്ടേ. അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യാർത്ഥമായി വെള്ളം എത്തിച്ചു കൊടുക്കുന്ന വലിയ കനാല് നിർമ്മിച്ചു, വിശാലമാക്കപ്പെട്ട കനാല്. അതിനുവേണ്ടി അവർ ചെലവഴിച്ചത് 17 ലക്ഷം ദിർഹമാണ്. 17 ലക്ഷം ആലോചിച്ച് നോക്ക് നിങ്ങൾ, അന്ന് അക്കാലത്താണ്. അത് അവർ ചെലവഴിച്ചിട്ട് അവസാനം ഇതിന്റെ പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും ഇത്ര രൂപ, ഇത്ര ദിവസത്തെ തച്ച്, ഇത്ര ദിവസം ജോലിക്കാരിൽ നിന്നും ഇത്ര രൂപ ചെലവായി, എല്ലാ പേപ്പറോടും എഴുതിയിട്ട് ഈ പേപ്പർ കെട്ടൊക്കെ ആയിട്ട് ഇതിന്റെ ആളുകൾ എവിടെ കൊണ്ടുവന്നു? ഇറാഖിൽ കൊണ്ടുവന്നു. അവരുടെ അധികാര കസേരയിരിക്കുമ്പോൾ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. സുബൈദ ബീവി റളിയല്ലാഹു അൻഹ പേപ്പർ ഇങ്ങോട്ട് കയ്യിലിട്ട്, എന്താ ഇത് പേപ്പർ? അപ്പോൾ ഇതെല്ലാം കണക്ക്, നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ട് കണക്കെടുത്താണ്, ഇത് കാര്യമായിട്ടിരുന്ന് എഴുതിയതാണ്. അത് ഉടനെ അവരിത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ടൈഗ്രീസ് നദിയിൽ കൊണ്ടുപോയി ഒഴുക്കണം. ഇറാഖിലെ ടൈഗ്രീസ് നദിയിലേക്ക് കൊണ്ടുപോയി ഇത് ഒഴുക്കണം. എന്തിനാണിത്? എന്റെ കയ്യിൽ ഈ കണക്ക് പുസ്തകം വേണ്ട, ഈ കണക്ക് പുസ്തകം ഞാൻ അള്ളാഹുലേക്ക് ഏൽപ്പിക്കുകയാണ്. മഹദിവറുകളുടെ ഡയലോഗാണ് ഈ പറയുന്നത്. ഇത് പടച്ചറബിലേക്ക് ഏൽപ്പിക്കുകയാണ്. എനിക്കിതിന്റെ കൂലി ആഖിറത്തിൽ കിട്ടണം. ഈ ദുനിയാവില് ഈ ബുക്ക് ഞാനിവിടെ സൂക്ഷിച്ചു വെച്ച് പിൽക്കാലത്ത് ഒരു മ്യൂസിയത്തിൽ വന്ന് ആളുകൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന്റെ കണക്ക് പുസ്തകം നോക്കിയിട്ട്, ഒന്നോ ഇത് വലിയ സംഭവമായിരുന്നല്ലോ എന്ന് പറഞ്ഞതിന്റെ ഓരോ ദിവസത്തെ കണക്കും സംഭവവും ജോലിക്കാരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വലിയ ആളാണ് എന്ന് ഇനി ധരിക്കേണ്ട ആവശ്യമില്ല. ഈ കണക്കെല്ലാം വെള്ളത്തിലാണ്, മൊത്തം കൊണ്ടൊന്ന് ഒഴുക്കി കളയാൻ പറഞ്ഞു. കണക്കൊന്നും ഇനി വേണ്ട. ഈ 17 ലക്ഷം ദിനാറ് ചെലവഴിച്ചിട്ട് പോലും ഇതിന്റെ ഇനി വരവ് ചെലവ് കണക്കിലുണ്ട്. സംഭവം എത്ര ദിവസത്തെ വന്നു, എത്രയായി, എത്ര ചെലവഴിച്ചു, എത്ര ആളുകൾ പണിക്കണ്ടായിരുന്നു, ഇതൊന്നും ഇനി വേണ്ട. ആ ബുക്ക് പടച്ചറബിലേക്ക് ഞാൻ ഏൽപ്പിക്കുക. ഇല്ലല്ലാ, നാളെ ആഖിറത്തിൽ എനിക്കിതിന്റെ കൂലി കിട്ടിയാൽ മതി എന്ന് മഹദിയാകുന്ന സുബൈദ റളിയല്ലാഹു അൻഹ ആലോചിച്ചു നോക്കി. അള്ളാഹുവിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. അവരുടെ വല്യുപ്പ മൻസൂർ എന്ന് പറയുന്ന ഒരു വല്യുപ്പ അവർക്കിട്ട പേരാണെന്ന് അമത്തുൽ അസീസ് എന്നുള്ള പേരിട്ടത്. ആ പേരിലല്ല അറിയപ്പെടുന്നത് സുബൈദ ബീവി എന്നുള്ള. ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യയാണ്. 10 ഗുണം 10 ഗുണമാണ്. ആ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിന്നതിന്റെ ഗുണമെല്ലാം ഇവർക്ക് സംക്ഷിപ്തമായി കിട്ടിയിട്ടുണ്ട്. അത് പരിപൂർണമായി അവരെ ആർജിച്ചെടുത്തിട്ടുണ്ട്. ആ ഈമാനികമായ ആവേശം കിട്ടിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നിസ്കരിച്ച് നോമ്പ് നോറ്റി ഇബാദത്തെടുത്ത് മാത്രമല്ല, സാധുക്കളായ ആളുകൾക്ക് വേണ്ടുന്ന സഹായം, അത് ഏത് സഹായം, ഏത് കാലഘട്ടത്തിൽ, ഏത് രീതിയിൽ ആവശ്യം വരുന്നോ, ഇറാഖിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ആളുകളെ വിട്ട്, ജോലിക്കാരെ വിട്ട് ലക്ഷക്കണക്കിന് ദീനാറുകൾ അതിനുവേണ്ടി ചെലവഴിച്ചിട്ട് അതിലൂടെ അവർ ആഖിറം കരഗതമാക്കാൻ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ തച്ചോണ മുസ്ലിം ജമാഅത്തിൽ ഹിഫ്ദുൽ ഖുർആൻ ഉണ്ടല്ലേ, നിങ്ങൾ അറിയണോ? മഹദിയാകുന്ന അമത്തുൽ അസീസ് എന്ന പേരുള്ളതാകുന്ന സുബൈദ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾക്ക് 100 ജോലിക്കാരിയായ പെൺകുട്ടികളുണ്ട്. 100 പേരാ ജോലിക്കാരികൾ. ആ ജോലിക്കാരി ആകണമെങ്കിൽ അവരുടെ ക്വാളിറ്റി എന്ത് വേണമെന്നറിയോ? ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? ഹാഫിളത്താവണം. ഹാഫിളത്തായവരെ ജോലിക്കെടുക്കും. ഖുർആൻ ഹാഫിളത്തായതാകുന്ന പെൺകുട്ടികൾ അവരിങ്ങനെ അവർക്ക് വലിയ പണിയൊന്നുമില്ല. അവരുടെ ജോലി എന്താണ്? രാവും പകലും എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം വീട്ടിൽ, വേറെ പണിയൊന്നുമില്ല. അങ്ങനത്തെ 100 പെൺകുട്ടികൾ അവരുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും ഉണ്ടാവും. ഇവര് ഓതും ഖുർആൻ, അവരെ കൊണ്ട് ഓദിക്കാൻ. ഖുർആൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കേൾക്കണം. ആലോചിച്ചു നോക്കുന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷം. അവർ ആ രീതിക്ക് ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ബിൽഡപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ എപ്പോഴും ഓതിയാൽ നിൽക്കും. ചെറിയ കുട്ടികളാണ്, വലിയ വലിയ ജോലിക്കാരികളല്ല, ചെറിയ കുട്ടികളാണ്. ഈ കുട്ടികളെ ഹാഫിളത്തായി മക്കളിരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഒരു ദിവസം ചുരുങ്ങിയതൊരു 3 ജുസെങ്കിലും ഓതണം. അതാണ് അവരുടെ നിയമം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാ ദിവസവും പറ്റുന്നത് പോലെ ഖുർആൻ ഓതണം. 3 ജുസെങ്കിലും ആ കുട്ടികൾ ഓതിയിരിക്കണം. അതിന് ചെറിയ പെൺകുട്ടികളെ നിർത്തിയിട്ട് അവരെ കൊണ്ട് ഖുർആൻ ഇങ്ങനെ ഓദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ചരിത്രരേഖയിൽ പറയുന്നുണ്ട്, ചെറിയ മൂളല്, എന്താ പറയാ, വണ്ടിന്റെ ഒരു മൂളല് പറയൂല, തേനീച്ചയുടേതാകുന്ന ഒരു മൂളിച്ച പോലെ എപ്പോഴും ഈ പെൺകുട്ടികൾ ഓതുന്ന ഓത്തിന്റെ ശബ്ദം കൊണ്ട്
ഇപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഖുർആന്റെ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് കേൾക്കാം. വലിയ ഒച്ചപ്പാടൊന്നുമില്ല. കുട്ടികൾ വലിയ ഒച്ചത്തിൽ ഓതാൻ പാടില്ലല്ലോ. സ്വന്തം ശരീരം കൽപ്പിച്ചാണല്ലോ ദിക്റും സ്വലാത്തും ഒക്കെ പെൺകുട്ടികൾ എടുക്കേണ്ടത്, സ്ത്രീകൾ എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിക്ക് അങ്ങനെ ഓതിയിട്ട് ഈ 100 കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്നത് കൊണ്ട് പുറത്തൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ തേനീച്ചയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാമായിരുന്നു എന്ന് വരെ ചരിത്രരേഖയിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഈ മക്കളെ കൊണ്ട് ഓദിക്കാം. ഉശ്റുൽ ഉശ്റാണ് അവരെ കൊണ്ട് ഒരു ദിവസം ഓദിക്കുക. അതായത് പറഞ്ഞത് 10-1 ഖുർആന്റെ 10-1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ജുസു ആണല്ലോ. അപ്പൊ 3 ജുസു വീതം എല്ലാ ദിവസവും ഓദിക്കും ഈ കുട്ടികളെ കൊണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാനിത് പറയാൻ കാരണം ഈ ചരിത്രത്തോടുകൂടി ബന്ധിച്ചിട്ട് അതുകൂടി പറഞ്ഞെന്തിനാ, നമ്മുടെ ജമാഅത്തിൽ അതേപോലെ കുട്ടികളുടെ ഹിഫ്ദുൽ ഖുർആന്റെ മക്കളുടെ ഓതൽ ഇങ്ങനെയുണ്ട്. പുറത്തൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളൊന്ന് വാഷ്റൂമിൽ പോകാൻ പോന്നു, 2 റക്അത്ത് വാസ്കരിക്കാൻ പോന്നു. അപ്പൊ മക്കളുടെ ഓത്ത് ഇങ്ങനെ കേൾക്കലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മൂളിച്ചിങ്ങനെ കേൾക്കാം. ഖുർആന്റെ ആ മാസ്മരികതമാകുന്ന ഓത്തിങ്ങനെ കേൾക്കാം. അതൊരു ബർക്കത്താണ്. അതൊരു വീട്ടിൽ എന്ന് നിലച്ചു പോയോ അതോടുകൂടി വീട് ഖറാബാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആണല്ലോ ഖുർആനില്ലാത്ത വീട് കൽ ബൈത്തുൽ ഖരീബി, പൊടിഞ്ഞ വീട് പോലെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ നോട്ടത്തിൽ വലിയ വീടായിരിക്കും, വലിയ വീടാണ്, കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് ഇന്റീരിയർ വർക്കിന് വേണ്ടി, വലിയ സംഭവമൊക്കെയാണ്. പക്ഷെ വീട്ടിൽ ഖുർആനോത്തില്ല എങ്കിൽ അത് പൊളിഞ്ഞ വീടാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഇസ്ലാമിക വീക്ഷണത്തിൽ അത് പൊളിഞ്ഞ വീടാണ്. അത് റബ്ബിന്റെ അടിമയുടെ വീടല്ല. അപ്പൊ എല്ലാ ദിവസവും ഖുർആൻ പാരായണം മസ്റ്റാണ്. ഒരു ജുസ് ഡെയിലി ഓതാൻ പറ്റാത്ത ആരുള്ളത്? 10 പേജ് മാഷാ അല്ലാഹ് ഓതാൻ പറ്റുമല്ലോ ഒരു ജുസ്. നമ്മളൊന്ന് ദൃഢനിശ്ചയം ചെയ്താല് അതിനേക്കാൾ വലിയ ദിക്റില്ലടോ. വേറെ ഒരു ദിക്റിനും അതിനേക്കാൾ സ്ഥാനമില്ല. ഖുർആൻ എല്ലാ ദിവസവും അങ്ങനെ ഓതിയാൽ ഒരു മാസത്തെ തന്നെ അള്ളാഹു ക്രമീകരിച്ച് നിൽക്കുന്നത് ഖുർആന്റെ ശൈലിയിലാണ്. 30 ദിവസം കൊണ്ട് ഖുർആൻ തീരും. ഓതാൻ പരിശ്രമിച്ചാൽ ഒരു മാസം ക്രമീകരിച്ചിരിക്കുന്ന എങ്ങനെയാണ്? 30 ദിവസം. ചില മാസങ്ങൾ 31 ഉണ്ട്. ഇപ്പൊ ഈ മാസം 31 നമുക്ക് ഇംഗ്ലീഷ് മാസപ്രകാരം. അപ്പൊ ഒരു ദിവസം നോക്കിയാൽ അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് എടുത്താൽ വളരെ റാഹത്തായിട്ട് പറ്റും. ഒരു ജുസു വെച്ച് അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ സുഖമായിട്ട് പറ്റും. അപ്പൊ 3 ജുസു വെച്ച് ഓതണം. അതാണ് ഇപ്പൊ ഈ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞത്. കാരണം സ്ത്രീകളാകുമ്പോൾ അശുദ്ധിയുടെ ഘട്ടം വരും. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു പ്രയാസം ഇല്ലാതെ ഖത്മ തീർക്കാൻ പറ്റും. സമയമില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ്. സമയമൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അത് കണ്ടെത്തി അമല് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ അടിമയായി മാറുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.